നമസ്കാരം, അമൃതാണ്. അവതാർ ഫയർ ആൻഡ് ആഷ് ആറ്റിങ്ങൽ ഡ്രീംസ് തിയേറ്ററിലെ സെക്കൻഡ് സ്ക്രീനിൽ നിന്നാണ് ഈ സിനിമ കണ്ടത്. ദ ബെസ്റ്റ് അവതാർ മൂവി ഇൻ ദ എൻറ്റയർ അവതാർ ഫ്രാഞ്ചൈസ്, ദ ബെസ്റ്റ് 3D മൂവി എവർ. എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവതാർ ഫയർ ആൻഡ് ആഷ് എന്നുള്ള മൂവിയാണെന്ന് പറയും. സോ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഈ സിനിമ ഐമാക്സിലാണ് അതിൻ്റെ ഒരു പെർഫെക്ഷനിൽ കാണാൻ പറ്റുന്നതെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ അല്ല. ഐമാക്സ് എനിക്ക് ട്രിവാൻഡ്രത്ത് ഐമാക്സിൽ അവിടുത്തെ സൗണ്ട് എനിക്ക് അത്രയ്ക്കങ്ങ് ഭയങ്കര സംഭവമായിട്ട് തോന്നിയിട്ടില്ല. പല സിനിമകളും കണ്ടപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര ഒരു സുഖമായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് ഈ തിയേറ്റർ ഐമാക്സ് അല്ലെങ്കിൽ കൂടി 4K സ്ക്രീനാണ്. പിന്നെ അറ്റ്മോസ് സൗണ്ട് എഫക്റ്റ് ശരിക്കും നമ്മൾ എല്ലാം കൂടെയൊക്കെ ഇടിഞ്ഞു വീഴുന്നതെന്ന് തോന്നുന്ന രീതിയിലുള്ള സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഗംഭീരമായിട്ട് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്താണോ ജെയിംസ് കാമറൂൺ ഈ സിനിമയിലൂടെ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ആ സാധനത്തിൻ്റെ ഏതാണ്ടൊരു 95% ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ആ തിയേറ്ററിൽ നിന്ന് കിട്ടി. നമ്മൾ സാധാരണ കുട്ടിക്കാലത്ത് തന്നെ പഠിക്കുന്നതാണ് തിയേറ്ററിൻ്റെ ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത് 24 FPS ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നോർമലി നമ്മൾ കാണുന്ന സ്പീഡ്സിൽ നിന്നും കുറച്ചൊരു ഡിലേഡ് ആയിട്ടുള്ള കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരു സ്പീഡിലാണ് നമ്മൾ ഒരു സിനിമാറ്റിക് വിഷ്വൽ കാണുന്നത്. എന്നാൽ ഈ സിനിമയിൽ അത് 48 frames per second ആണ്. അത് ഐമാക്സിൽ മാത്രമല്ല, നോർമൽ എന്തോ HFR എന്തോ ഒരു സംഭവം പറയുന്നത്. ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഉള്ള തിയേറ്റേഴ്സിലൊക്കെ ഇത് 48 വരെ കയറുന്നുണ്ട്. അത് നോർമൽ കോൺവെർസേഷൻ തമ്മിലുള്ള സംസാരം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് അത് 24 FPS ആയിട്ട് ഡ്രോപ്പ് ആവുകയും, എന്നാൽ ആക്ഷൻ സീക്വൻസുകളൊക്കെ വരുന്ന സമയത്ത് ഇത് അങ്ങോട്ട് 48 വരെ പീക്ക് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സോ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു നോർമൽ സിനിമ കാണുന്ന കണക്കല്ല. ഒന്നത് സ്റ്റീരിയോസ്കോപ്പിക് 3D ആണ്. അതായത് 2 ആംഗിൾസിൽ നിന്ന് ക്യാമറ വെച്ച് എടുത്തിട്ട് ഇത് രണ്ടും കൂടെ മേർജ് ചെയ്ത് വരുന്ന ഒരു ഔട്ട്പുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി ഒരാളിനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു പെർസെപ്റ്റീവ് ഒരു ഫീല്, ആ ഒരു വിഷ്വൽ എൻഹാൻസ്മെന്റ് ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ ഫ്രെയിംസ് പെർ സെക്കൻഡ് കൂടുതലായതുകൊണ്ട് തന്നെ ലൈവ് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഈ സിനിമയ്ക്കകത്ത് മനുഷ്യരല്ല, ഇതൊരു വേറൊരു ലോകമാണ്. ഒരു എൻറ്റയർ ന്യൂ വേൾഡ് ആണ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നത്. അതായത് വേ ഓഫ് വാട്ടർ കണ്ടതിൻ്റെക്കാട്ടിലും ഭയങ്കര കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ ഓർഡിനറി എഫക്ട്സ് ഒക്കെ ഈ സാധനത്തിനകത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്തൊരു പുതിയ ക്ലാൻ കാണിക്കുന്നുണ്ട്. അത് ഫയർ ആൻഡ് ആഷുമായിട്ട് കണക്ട് ചെയ്ത്, ആ പേരുമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ പുതിയൊരു ക്ലാനിനെ കാണിക്കുന്നുണ്ട്. അവർ കുറെ ഈ ഒരു ഡെമനിഷ് കൈൻഡ് ഓഫ് വർഷിപ്പും അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം ചെയ്യുന്ന, നമ്മുടെ ഈ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്ന കണക്കുള്ള ഒരു സംഭവം ചെയ്യുന്ന ഒരു ക്ലാനിനെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിൽ ആ ഒരു ലേഡി ക്യാരക്ടറൊക്കെ ഭയങ്കര എപ്പിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. പിന്നെ അവന്റെ കൂടെ വരുന്നവരായിരുന്നാലും ഈ ഓരോ ക്ലാൻ എടുത്തു കഴിഞ്ഞാലും അവർക്കൊക്കെ കുറെ പ്രത്യേകതകളുണ്ട്. ബസ് ഈ കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേ ഓഫ് വാട്ടറിൽ കണ്ട ആ ഒരു ക്ലാൻ എടുത്താൽ തന്നെ അവരുടെ ബോഡിയിലൊക്കെ കുറെ വ്യത്യാസങ്ങളുണ്ട്. ഒരു മെറൈൻ ഹ്യൂമൻ ബീങ് ആയിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് അവരിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് അവരുടെ കോസ്റ്റ്യൂമും ഇതൊക്കെ വളരെ ഡിഫറെന്റ് ആണ്. കുറച്ചും കൂടെ ലീൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അങ്ങനെ ആ ഒരു എൻറ്റയർ ബോഡി ലാംഗ്വേജ് ഞാൻ ഇത്രയും മൈനറായിട്ട് ഓരോന്നോരോന്ന് നോട്ടീസ് ചെയ്തതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. പിന്നെ വിഷമം തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉദ്ദേശിച്ച ലെവലിൽ ഈ ഒരു സിനിമ കിട്ടിയില്ല, അല്ലെങ്കിൽ വിജയം കണ്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഈ ഒരു പരിപാടി ഡ്രോപ്പ് ചെയ്യും എന്നുള്ള ഒരു സംഭവം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര നിരാശ തോന്നി. കാരണം ഒരാള് എല്ലാ സിനിമകളെ കുറിച്ചും, വരാനിരിക്കുന്ന സിനിമകളെ കുറിച്ച്, ആ ഒരു സീരീസിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് ധാരണയോടുകൂടി അദ്ദേഹത്തിന്റെ അവതാർ എന്നുള്ള വെബ്സൈറ്റ് കയറി നോക്കിയാൽ നമുക്ക് കംപ്ലീറ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സ്റ്റോറി ഫുൾ അതിനകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ എങ്കിലും ഇതിങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ഐഡിയ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അത്രയും എന്തൂസിയാസത്തോടു കൂടി ഒരു ജെയിംസ് കാമറൂൺ സിനിമയെ നോക്കിക്കാണുന്ന എന്നെ പോലുള്ള ഒരു വ്യൂവേഴ്സ്, ഇപ്പൊ ഞാൻ മാത്രമല്ല, അങ്ങനെ അനേകം അദ്ദേഹത്തിന്റെ ഫാൻസ് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമ വിജയിക്കും എന്നുള്ളതിൽ 100% ഉറപ്പാണ്. പക്ഷെ എങ്കിലും അടുത്ത സിനിമ ഇതിന്റെ ഒരു 10 മടങ്ങ് ക്വാളിറ്റിയോടുകൂടി അദ്ദേഹത്തിന് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിലായിരിക്കും അദ്ദേഹം അത് ഉദ്ദേശിച്ചത്. അങ്ങനെ വരാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ വ്യൂവേഴ്സിന് ഇതിനകത്തൊരു വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്കാരമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്നത്, അത് ഇൻഡയറക്ട്ലി ആണെങ്കിൽ പോലും അതിന്റെ ഒരു സ്പിരിച്വൽ എസൻസ് ഒക്കെ ഇതിനകത്ത് നന്നായിട്ട് അദ്ദേഹം കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ളൊരു ഫോറിനറുടെ മൂവിയെ നമ്മൾ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു പേഴ്സണലി. അതുകൊണ്ട് തന്നെ ഈ സിനിമ 100% വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു സിനിമയുടെ ഒരു ആസ്പെക്റ്റിലായിരുന്നാലും, എന്നാൽ ഇതിന്റെ പിന്നിലുള്ള ഒരു ടെക്നോളജിയുടെ ഒരു സംഭവമായിരുന്നാലും നമ്മുടെ കുട്ടികളിൽ നമ്മളിത് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ആകേണ്ടതാണ്. അവരെയാണ് നമ്മൾ ഈ സിനിമ കൊണ്ടുപോയി കാണിക്കേണ്ടത്. അടുത്ത ആ ഒരു തലമുറയ്ക്കായിട്ട് അദ്ദേഹം ഈ സിനിമയിലൂടെ ഇൻഡയറക്ട്ലി പറഞ്ഞു വെക്കുന്ന കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ എത്രത്തോളം പ്രകൃതി എന്ന് പറയുന്ന ആ ഒരു സ്വത്തിനെ നമ്മൾ എത്രത്തോളം സ്പോയിൽ ചെയ്യുന്നു, അതിന് എത്രത്തോളം ഇതൊന്നും അല്ലാതെ ഒരു വിർച്വൽ വേൾഡിൽ നമ്മളെ കൊണ്ട് കാണിക്കുമ്പോൾ അതിന്റെ ഭംഗി, അതിന്റെ ആ ഒരു ആസ്വാദനം, അതുമായിട്ട് സിങ്ക്രണൈസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിന്റെ ഇടയിൽ
സ്കൈ പീപ്പിൾ എന്നും പറഞ്ഞ് നോർമൽ ആയിട്ടുള്ള നമ്മൾ അതിന്റെ ഒരു ആഫ്റ്റർ മത്ത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അതിന്റെ കോൺസിക്വൻസസ് അവരെങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഒരു ഇൻഡയറക്റ്റ് വേയിൽ ഇത് അൾട്ടിമേറ്റ്ലി പറഞ്ഞു വെക്കുന്നത് തന്നെയാണ്. നമ്മുടെ പ്ലാനറ്റിനെ നമ്മൾ എത്രത്തോളം മിസ്യൂസ് ചെയ്യുന്നു, അതിനെ നമ്മൾ സംരക്ഷിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹം വേറൊരു സ്പേസിൽ അല്ലെങ്കിൽ വേറൊരു ലെയറിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന ഭൂമുഖവും നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു എക്കോസിസ്റ്റം ഒക്കെ എത്രയോ വരും തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ നിക്ഷിപ്തമാണെന്നുള്ളൊരു ബോധം, ആ ഒരു ബോധം ഈ സിനിമ നല്ലതുപോലെ ഡെലിവർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂവി എനിക്ക് ഭയങ്കരമായിട്ട് ഓരോ മൊമെന്റ്, ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്, ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഐ വാസ് ലൈക്ക് അദ്ദേഹത്തിന്റെ വിഷനിൽ കണ്ട ആ ഒരു സാധനത്തിന് അങ്ങനെ ഇരുന്ന് ആ വേൾഡിൽ ഇരുന്ന് ആസ്വദിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ടൈം 3.5 മണിക്കൂർ ഉണ്ടെന്നുള്ള എവിടെ പോയെന്ന് പോലും അറിഞ്ഞില്ല. ഇടയ്ക്കൊരു കട്ട് വന്നപ്പോഴാണ് ആ ഒരു ഇന്റർമിഷൻ ആണ് എന്നുള്ളത് മനസ്സിലായത്. പക്ഷെ അതിനപ്പുറത്തേക്ക് നല്ല സ്പിരിച്വലി കണക്റ്റഡ് ആയെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഇതിനകത്ത് അങ്ങനെ കുറെ സീക്വൻസസ് ഉണ്ട്. അത് ഭയങ്കര സംഭവമാണ്. അതൊന്നും ഞാൻ പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. എസ്പെഷ്യലി കുട്ടികളെ കൊണ്ടുപോയി കാണിക്കേണ്ട ഒരു സിനിമയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉള്ള സിനിമ തന്നെയാണ്. പക്ഷെ എങ്കിലും കുട്ടികളാണ് ഇതിനകത്തൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം എന്താണ് ഇതിലൂടെ ഡെലിവർ ചെയ്തത്, എന്ത് സംഭവമാണ് ഇതിനകത്തൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചതെന്നൊക്കെ ഉള്ളത് കുഞ്ഞു മക്കളിലാണ് അത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. അവരുടെ ഫ്യൂച്ചറിലാണ് അത് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. അവരുടെ പേഴ്സണാലിറ്റിയിലായിരുന്നാലും അവരെ ഈ പ്രകൃതിയോട് കണക്ട് ചെയ്യാനൊക്കെ ഈ സിനിമയ്ക്ക് ഒരുപാട് അവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കും. പിന്നെ എടുത്ത് പറയാനുള്ളത് ഇതിന്റെ ഒരു ഫൈനൽ 45 മിനിറ്റ്സ് ഓർ 50 മിനിറ്റ്സ് ഐ തിങ്ക് ഓർ നിയർലി 1 hour ഒരു വാർ ഇതിനകത്ത് ഒരു പ്രത്യേകിച്ച് ഫയർ ആൻഡ് ആഷ് എന്ന് പറയുന്ന കണക്ക് തന്നെ ഒരു കിടിലം വാർ സീക്വൻസ്, അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വാർ സീക്വൻസ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങോട്ട് സൗണ്ടും എല്ലാ പരിപാടിയൊക്കെ കൊണ്ട് തിയേറ്റർ കത്തുന്ന ഒരു എഫക്റ്റ് ഈ സിനിമയുടെ അവസാന ടെയിൽ എൻഡ് വരുന്ന സമയത്തുണ്ട്. എന്ന് വെച്ചിട്ട് ആദ്യം ഫൈറ്റ് സീക്വൻസ് ഇല്ല എന്നല്ല, ആദ്യം ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് പുതിയ തലമുറയാണ് ഈ സിനിമ ഇപ്പം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണ ടോർച്ച് ബെയറേഴ്സ് ആയിട്ട് ആ പുതിയ തലമുറയാണ് ഇതിനകത്ത് കൂടുതലും എടുത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സീക്വൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടും ഒരു റിപ്പറ്റേറ്റീവ് ആണ്. ഇങ്ങനെയുള്ള കുറെ ക്യാരക്ടേഴ്സിനെ നമ്മൾ കണ്ടതാണെന്നുള്ള ഒരു റിപ്പറ്റേറ്റീവ്നെസ് എനിക്ക് ഒരിക്കലും ഒരു സ്ഥലത്തും എനിക്കത് ഫീൽ ചെയ്തില്ല. ഞാൻ ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആയിട്ടാണ് ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പൊ ഇത്രയും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഫുൾ മാർക്സ് ഔട്ട് ഓഫ് 10. സോ അടുത്തൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.